വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് അദ്ദേഹം. വളരെ ചെറുപ്പകാലം മുതലേ ക്രൈസ്തവേതര വേദികളിൽ വളരെ ദൈവത്തിന് വേണ്ടി തിളങ്ങുന്നതും സമൂഹത്തിന് വേണ്ടി തിളങ്ങുന്നതുമായ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. പടിപടിയായി ദൈവത്താൽ ഉയർത്തപ്പെട്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും മുൻനിരയിൽ എത്തപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. നിങ്ങളുടെ ജിജ്ഞാസയെ ഞാൻ കൂട്ടുന്നില്ല, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. IPC കാഞ്ഞിരപ്പള്ളി സെൻറ്റർ ശുശ്രൂഷകൻ, അപ്പോൾ തന്നെ വിവിധ YMCA അടക്കമുള്ള യൂണിവൈ അടക്കമുള്ള വിവിധ സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു സംഘാടകൻ, വേദ പ്രഭാഷകൻ, വേദ അധ്യാപകൻ, അനുഗ്രഹീതനായ ക്രൈസ്തവ സംഘാടകൻ പാസ്റ്റർ വർഗീസ് മത്തായി കൊട്ടാരക്കര. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ഗൗരവമുള്ളൊരു ചോദ്യത്തോടു കൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരോടും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, എങ്കിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നു, ഒരു സുവിശേഷകന് സമൂഹത്തിനുള്ള സ്ഥാനം എവിടെയാണ്? ലോകത്തിൽ ഒരു സുവിശേഷകന്റെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. സ്വാഭാവികമായി മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നു, ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ലോകത്തിലെ ഉന്നതനായ ജനപിന്തുണയുള്ള നേതാവ്, അതാണ് ഏറ്റവും വലിയ പദവിയെന്ന്. ലോകത്തിൽ ഇന്ന് കാണുന്ന സകല അധികാരങ്ങൾക്കും ഉറവിടമായ, സകലത്തെയും നിയന്ത്രിക്കുന്ന, ഏതിനെയും ഏത് സമയത്തും എടുത്തു മാറ്റുവാനും പുതിയതിനെ സ്ഥാപിക്കുവാനും കഴിയുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, അംബാസഡറായിട്ടാണ് ഒരു സുവിശേഷകൻ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സുവിശേഷകൻ്റെ സ്ഥാനം ഏറ്റവും ഉന്നതമായതാണ്. കാരണം സുവിശേഷകൻ ദൈവത്തെയും സ്വർഗരാജ്യത്തെയും ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്നു. വളരെ തൃപ്തികരമായ ഒരു ഉത്തരമാണ് അദ്ദേഹത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചത്. ഒരു സുവിശേഷകന്റെ സ്ഥാനം സമൂഹത്തിൽ എവിടെയാണ്? ഏറ്റവും സമുന്നതമായ സ്ഥാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. ദൈവദാസന്മാർ പലപ്പോഴും അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും സംശയം തോന്നിയേക്കാം. പക്ഷേ ദൈവം ഒരാളെ വിളിക്കുന്നത് അത്രയ്ക്ക് ഉന്നതമായ സമുന്നതമായ ഒരു സ്ഥാനത്തേക്കാണ്. ആ സ്ഥാനത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ പദവി എവിടെ എത്തി നിൽക്കുന്നു, ഏത് തലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ആ സ്ഥാനത്തിന് അനുയോജ്യമായി നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ, ആ സ്ഥാനത്തിന് യോഗ്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പകലിൽ ദൈവദാസന്മാർ ചിന്തിക്കണം. ഞങ്ങൾ അവിടെ വിടുകയാണ്. ഈ അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഞാൻ ആമുഖത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ ഒത്തിരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രസക്തമായ സമൂഹത്തിലെ ശ്രദ്ധേയമായ വിവിധ സംഘടനകളിലൂടെ വളരുവാൻ അദ്ദേഹത്തെ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ആ അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ നല്ല വിദ്യാഭ്യാസം, സമൂഹത്തിൽ സമുന്നതമായ സ്ഥാനങ്ങൾ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി സുവിശേഷ വേലയുടെ വഴിയാണ്, ദൈവരാജ്യത്തിൻ്റെ വഴിയാണ്, ദൈവനാമത്തിന് മഹത്വത്തിനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. നമുക്ക് ജീവിതത്തിൻ്റെ ബാല്യത്തിലേക്കൊന്ന് കടന്നു പോകാം. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നെല്ലിക്കുന്നമെന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വളരെ ശക്തമായ നിലയിൽ തന്നെ ആ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ബാല്യത്തിൽ തന്നെ ആത്മീയമായ മൂല്യങ്ങളൊക്കെ കാണുവാനും അഭ്യസിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ YMCA, ആദ്യം എനിക്ക് തോന്നുന്നു YMCAയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ യൂണിവൈയുടെ കേരള സ്റ്റേറ്റ് ചെയർമാൻ അല്ലേ? കേരള സ്റ്റേറ്റ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിലകളിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെറുപ്രായത്തിൽ പലർക്കും ലഭിക്കാത്ത ഇത്തരം അസുലഭമായ പദവികളിലേക്ക് എത്തപ്പെടുവാൻ ഇടയായത്? ഞാൻ ഒരു സംഘടനയിൽ ഭാഗമായി തുടങ്ങുന്നത് ആദ്യമായിട്ട് പെന്തക്കോസ്ത് യുവജന സംഘടനയിലാണ്. ഒരു പെന്തക്കോസ്ത് ഭവനത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്നാൽ പൊതുലോകവുമായി സഹകരിക്കുന്നതിനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിനും എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. അഖില കേരള ബാലജന സഖ്യത്തിലൂടെയാണ് ഞാൻ യൂണിവൈ എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അതിനെന്നെ കൈപിടിച്ചുയർത്തിയ നിരവധി ആളുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീ KC മാത്യു വാളകം. അദ്ദേഹം ബാലജന സഖ്യത്തിൻ്റെ യൂണിയൻ രക്ഷാധികാരിയാണ്.
ബാലജന സഖ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ YMCAയിലേക്ക് അദ്ദേഹം എന്നെ നയിച്ചു. കൊട്ടാരക്കര YMCAയുടെ ബോർഡ് മെമ്പറും കൊട്ടാരക്കര യൂണിവൈയുടെ പ്രസിഡൻറ്റുമായി. അവിടെ നിന്ന് യൂണിവൈയുടെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് ചെയർമാൻ എന്നീ തലങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ അവസരം കിട്ടി. യൂണിവൈയിലെ എൻ്റെ പ്രവർത്തനം ശ്രദ്ധേയമായപ്പോൾ കൊല്ലം സബ് റീജിയൻ, കൊല്ലം റവന്യൂ ജില്ല മുഴുവൻ ഉൾപ്പെട്ടതാണ് അന്ന്. അതിൻ്റെ ചെയർമാനായി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ K. കോരുത് അവറുകളെയും അതിൻ്റെ ജനറൽ കൺവീനറായി എന്നെയും ചുമതലപ്പെടുത്തി. ഞങ്ങളോടൊപ്പം വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള കഴിവുറ്റ ആളുകളെ, അവരിൽ മിക്കവരും റിട്ടയർ ചെയ്തവരായിരുന്നു, ഓരോ വിഭാഗത്തിൻ്റെ കൺവീനേഴ്സായി ചുമതല ഏൽപ്പിച്ചു. 5 വർഷം ശ്രീ K. കോരുത് സാറിനോടൊരുമിച്ച് ഞാൻ ജനറൽ കൺവീനറായി വർക്ക് ചെയ്തു. ഏത് പ്രായത്തിലാണ്? എനിക്ക് അന്ന് 24 വയസ്സേ ഉള്ളൂ. ആ ചുമതല ഏൽക്കുമ്പോൾ 13 YMCAയുമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞാൻ ആ സ്ഥാനം വിടുമ്പോൾ 33 ഗുഡ് സ്റ്റാൻഡിംഗ് YMCA കൊല്ലം സബ് റീജിയനിൽ ഉണ്ടായി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നതുകൊണ്ട് YMCA പ്രസ്ഥാനത്തിൽ അന്ന് എനിക്ക് ലഭിച്ച അംഗീകാരം ഇന്നും തുടരുന്നു. YMCAയുടെ സ്റ്റേറ്റ് എക്യുമെനിക്കൽ സമ്മേളനങ്ങളിലും റീജൻ സമ്മേളനങ്ങളിലും നാഷണൽ എക്യുമെനിക്കൽ സമ്മേളനത്തിലും ഒക്കെ പ്രഭാഷകനായിട്ട് എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. YMCA മാത്രമല്ല, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ PUIPA, അതുപോലെ തന്നെ ബാലജനസഖ്യം, അതിനുശേഷം യൂണിവൈ, YMCAയുടെ വിവിധ ചുമതലകൾ, ഓൾ ഇന്ത്യ റേഡിയോയുടെ എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ? ബാലലോകം എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് റേഡിയോ ക്ലബ്ബ് അസോസിയേഷനുകളാണ് റേഡിയോ ക്ലബ്ബുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ റേഡിയോ ക്ലബ്ബുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിപ്പാൻ അവസരം ലഭിച്ചു. അതും ഞാൻ നേരത്തെ പറഞ്ഞ KC മാത്യു സാർ മുഖേനയാണ് ആ അവസരം എനിക്ക് ഉണ്ടായത്. ഏകദേശം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഈ ഒരു സമയം. അപ്പൊ ഇങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ എല്ലാവിധ മറ്റ് തലത്തിലേക്കൊക്കെ ഉയരപ്പെടാനുള്ള എല്ലാ സാധ്യത ഉള്ളപ്പോഴാണ് പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനായിട്ട് ഇടയായത്. അതെങ്ങനെയാണ്? എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചിരുന്നു. എൻ്റെ SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മയും എന്നോട് പറഞ്ഞു, നിന്നെ സുവിശേഷ വേലയ്ക്കായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് എൻ്റെ മറുപടി, അപ്പച്ചനും അമ്മയല്ലേ സമർപ്പിച്ചത്, നിങ്ങളത് ചെയ്തോ, അതല്ലെങ്കിൽ ഞാനൊരു സെക്കുലർ ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി സുവിശേഷ വേല ഞാൻ ചെയ്യാം. പിന്നീട് ഒരിക്കൽ പോലും എൻ്റെ പിതാവോ മാതാവോ എന്നോട് സുവിശേഷകനാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിരന്തരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കൊരനുജനൂടെ ഉള്ളൂ, അവനും സുവിശേഷകനാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഞാൻ സെക്കുലർ ജോലി ചെയ്യാൻ തുടങ്ങി. പലയിടത്ത് ഞാൻ ജോലി ചെയ്തു. കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അന്തരാത്മാവിൽ ഒരു ഉൾവിളി, സുവിശേഷ വരെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണസമയ സുവിശേഷകനാകണം. സെക്കുലർ സംവിധാനത്തിൽ ശ്രദ്ധേയമായ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ഉള്ള ഒരു കാലം വിട്ടുപോരാൻ ഒരു യുവാവെന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ദൈവം ഉള്ളിൽ തന്ന ഉൾവിളി അത് അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒടുവിൽ 2-3 ആഴ്ചത്തെ ഒരു വലിയ സംഘർഷം എൻ്റെ ഹൃദയത്തിൽ. ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ഏത് പ്രായത്തിലാണത്? 24 വയസ്സുള്ളപ്പോഴാണ് പൂർണ്ണസമയ സുവിശേഷകനായി പോകാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനു മുൻപും ഞാൻ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും സുവിശേഷം അറിയിക്കുകയും ആളാമ്പ്രതി സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ യൂണിവൈയുടെ റീജൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോഴും സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കാര്യം എനിക്കൊരു സുവിശേഷകൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാൻ യൂണിവൈ ചെയർമാൻ ആയിരിക്കുന്നു. അന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ
ഡോക്ടർ ഹബീബ് മുഹമ്മദാണ്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരിക്കുമ്പോൾ അന്ന് MG യൂണിവേഴ്സിറ്റി ഇല്ല. യൂണിവേയുടെ ഒരു സമ്മേളനത്തിന് വേണ്ടി ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി അദ്ദേഹത്തെ ആലുവയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ച മീറ്റിങ്ങിന് വന്നു. ഞാനാണ് ആ മീറ്റിങ്ങിൽ അധ്യക്ഷൻ. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരുമിച്ച് റിസപ്ഷൻ ഹാളിലേക്ക് പോയി. YMCAയുടെ അന്നത്തെ കേരള റീജിയൻ്റെ സെക്രട്ടറി ശ്രീ KP ഫിലിപ്പ്, പിന്നീട് അദ്ദേഹം നാഷണൽ സെക്രട്ടറി ആയി. അതുപോലെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന മറ്റ് താഴെയുണ്ടായിരുന്ന സെക്രട്ടറിമാർ, ഹബീബ് മുഹമ്മദ് സാറ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. YMCAയുടെ അന്നത്തെ സ്റ്റേറ്റ് ലീഡേഴ്സ് പലരുമുണ്ട്. ഞങ്ങൾ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഹബീബ് മുഹമ്മദ് സാറ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. വർഗീസ് മത്തായിയുടെ പ്രസംഗം കേട്ടിട്ട് ഒരു പെന്തക്കോസ്തിലെ ഉപദേശിയുടെ ലക്ഷണമുണ്ട്. അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കരയിൽ വളർന്നയാളും കൊട്ടാരക്കര ഹൈസ്കൂളിൽ പഠിച്ചയാളും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക അടുപ്പം എന്നോട് തോന്നി. അപ്പോൾ KP ഫിലിപ്പ് സാറ്, പിന്നീട് YMCAയുടെ നാഷണൽ സെക്രട്ടറി ആയ KP ഫിലിപ്പ് സാറ് പറഞ്ഞ മറുപടി ഇതായിരുന്നു: സാറേ, വർഗീസ് മത്തായി പെന്തക്കോസ്തിലെ ഉപദേശിയുടെ കൂട്ടല്ല, സാക്ഷാൽ പെന്തക്കോസ്തിലെ ഉപദേശിയാണ്. ഞങ്ങളുടെ യൂണിവായി അംഗങ്ങളായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയായി ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റിയ ഒരാത്മീയനായ ചെറുപ്പക്കാരനാണ് വർഗീസ് മത്തായി എന്ന്, സാക്ഷാൽ പെന്തക്കോസ്ത് ഉപദേശിയാണെന്ന് എന്നെക്കുറിച്ച് അവിടെ വെച്ച് സാക്ഷി പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. ഒരുപക്ഷെ ഈ ബാലസംഘത്തിലൂടെയൊക്കെയുള്ള പ്രവർത്തനങ്ങളായിരിക്കുമോ ഈ പ്രഭാഷണ രംഗത്തേക്ക് വരുവാനായിട്ട് പ്രേരകമായി? തീർച്ചയായിട്ടും. ബാലസംഘം പോലുള്ള PYP എനിക്കത് വളരെ കൈത്താങ്ങലായിരുന്നു. എൻ്റെ പ്രാദേശിക സഭയിൽ, നെല്ലിക്കുന്ന് IPC സഭയിലെ PYPയിൽ നിരവധി തവണ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ബാലജനസിക്കത്തിൽ വന്നതിന് ശേഷം ഒരു ദിവസം 9 വേദികളിൽ ആ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഓണം അതുപോലെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന സാംസ്കാരിക വേദികളിലാണ് അന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പം അവിടുന്ന് തുടങ്ങി പിന്നീട് ആ പ്രഭാഷണ രംഗത്തേക്ക് വളരെ സജീവമായി നിന്നു. ഈ സമയത്താണ് കർത്തൃവേലയുടെ ഭാഗമായി തീരുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് പൂർണ്ണമായി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി, വേദപഠനത്തിന് വേണ്ടിയൊക്കെ പോകുന്ന ആ കാലഘട്ടം ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അത്? ഞാൻ YMCAയുടെ കൊല്ലം സബ് റീജൻ്റെ ജനറൽ കൺവീനറായിട്ടിരിക്കുമ്പോഴാണ് ബൈബിൾ കോളേജിലേക്ക് പോകുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് YMCA വിട്ടു, ഔദ്യോഗിക സ്ഥാനം വിട്ടു. YMCAയിട്ടുള്ള ബന്ധം ഇന്നും എനിക്കുണ്ട്. ഞാൻ അടുത്ത ആഴ്ചയിലും YMCAയുടെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഒരു പൂർണ്ണസമയ സുവിശേഷകനാകുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും മാനസികമായി തോന്നിയില്ല. വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് എനിക്ക് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേക അക്സെപ്റ്റൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ അതും എനിക്കുണ്ടായിട്ടില്ല. നോർമലായിട്ട് തന്നെ എൻ്റെ ജീവിതചര്യ മുന്നോട്ട് പോയി. എല്ലാ വിഭാഗം ആളുകളും ആ കാലയളവിൽ എന്നെ ഒരുപോലെ അംഗീകരിച്ചിരുന്നു. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അതായത് ബാല്യകാലത്തിലെ ക്രൈസ്തവ സാഹചര്യത്തിനപ്പുറം പൊതുസമൂഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള സന്ദേശങ്ങൾ നൽകിയിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ ഓർക്കുന്നു, എപ്പോഴോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതായത് ലഹരിക്കെതിരെ സംസാരിക്കുമ്പോൾ വളരെ സമുന്നതനായ ഒരു വ്യക്തി അത് ഉൾക്കൊള്ളുകയും ലഹരി അവിടെ വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ചെറുപ്രായത്തിലുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശം കൊടുക്കുന്ന സമയത്ത് വളരെ പ്രായമുള്ള ഒരു വ്യക്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ വെച്ച് തന്നെ അതിൽ നിന്ന് ആ ലഹരി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. യൂണിവൈയുടെ ചെയർമാനായിരിക്കുന്ന കാലം YMCAയുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജൻ അഥവാ കേരള സ്റ്റേറ്റിൻ്റെ സമ്മേളനം ചരൽക്കുന്ന് ക്യാമ്പ് സെൻറ്ററിൽ നടക്കുന്നു. ആ ക്യാമ്പ് സെൻറ്ററിൽ നടക്കുന്ന മീറ്റിങ്ങിൽ യൂണിവൈയെ പ്രതിനിധീകരിച്ച് എനിക്ക് 45 മിനിറ്റ് പ്രഭാഷണത്തിനുള്ള അവസരം തന്നു. മത്തായി എന്ന് പറഞ്ഞാൽ അച്ഛനാണ് അന്നത്തെ റീജൻ്റെ ചെയർമാൻ. ആ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നു, മൈക്ക് വാങ്ങി. എൻ്റെ കൊച്ചനുജൻ വർഗീസ് മത്തായിയുടെ പ്രസംഗം എന്നെ ഹഠാത് ആകർഷിച്ചു, എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു, എന്നിലൊരു മനപരിവർത്തനം വരുത്തി. ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല. ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വന്ന സിഗരറ്റ് പാക്കറ്റാണിത്. ഇതും ഒരു മാസത്തേക്ക് ഞാൻ സിഗരറ്റ് വലിക്കാനായി ഉപയോഗിക്കുന്ന 700 രൂപയുടെ ഒരു ചെക്കും ഞാൻ വർഗീസ് മത്തായിയെ ഏൽപ്പിക്കുന്നു. ഈ പണം
യുണിവൈക്ക് വേണ്ടി വിനിയോഗിക്കാനാണ്. ഇനി ഒരിക്കലും ഞാൻ പുകവലിക്കത്തില്ല. സദസ്സിൽ അത് വലിയ കരഘോഷമുണ്ടാക്കി. ആളുകൾക്ക് വൈകാരികമായ വ്യത്യസ്ത മുഖഭാവങ്ങൾ വരുന്നത് എനിക്ക് വേദിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ആ വന്ന മനുഷ്യനെന്ന് കേരള ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന മാത്യൂസ് അവറുകളാണ്. പിന്നീട് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസായി, ജസ്റ്റിസ് മാത്യൂസ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. എത്ര അർത്ഥവത്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതമായി ആ വാക്യം ബന്ധപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ചെറുപ്രായത്തിലെ നല്ല കാഴ്ചപ്പാടോടെ സമൂഹത്തിൻ്റെ ഉദ്ധാരണം, ആത്മീയമായ വഴിത്താരയിൽ ആത്മീയ സമൂഹത്തെയും സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആ ഒരു കാഴ്ചപ്പാടോടെ ഇറങ്ങിത്തിരിക്കുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വാക്കുപോലും സമൂഹത്തിന് പരിവർത്തനത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്.